ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4:7-8 നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തിൻ്റെ മഹത്വം. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ആകയാൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ അതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങളിൽ ശണ്ഠയുണ്ട്, കലഹമുണ്ട്, കോപമുണ്ട്, വിദ്വേഷമുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിക്കുന്നില്ല. ക്രിസ്ത്യാനികളെന്നാണ് നിങ്ങളുടെ പേര്, ദൈവമക്കളെന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുവാണ്. ലോകസ്നേഹം, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്, ശത്രുപക്ഷത്താണ് നിങ്ങൾ നിൽക്കുന്നത്. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ആകയാൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ കാരണം ചില കാര്യങ്ങൾ മുമ്പ് പറയുകയാണ്. നിങ്ങൾക്ക് ദൈവമക്കളെന്ന് പേരുണ്ട്, ക്രിസ്ത്യാനികളെന്നാണ് ലോകത്ത് നിങ്ങൾ വിളിക്കപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ എതിർപക്ഷത്താണ്, ശത്രുപക്ഷത്താണ്. കാരണം ലോകസ്നേഹം നിങ്ങളിലുണ്ട്. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തോട് ശത്രുവായിത്തീരുന്നു. അതിൻ്റെ കാരണം നിങ്ങളിൽ നിഗളമുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട് അവിടെ, നിങ്ങളിൽ നിഗളമുണ്ട്, അഹങ്കാരമുണ്ട്. ഈ നിഗളവും അഹങ്കാരവും ഉള്ളതുകൊണ്ട് ദൈവമക്കളെന്നാണ് നിങ്ങളുടെ പേരെങ്കിലും നിങ്ങൾ ഭൂമിയിൽ ക്രിസ്ത്യാനികളാണെങ്കിലും ദൈവത്തിൻ്റെ ശത്രുപക്ഷത്താണ്, യേശുക്രിസ്തുവിൻ്റെ എതിർപക്ഷത്താണ് നിങ്ങൾ. ലോകത്തോടുള്ള സ്നേഹം, ദൈവമക്കളെ, ഇത് വലിയൊരു കാര്യമാണ്. ലോക സ്നേഹം എന്നുള്ളത് ഇന്ന് ക്രൈസ്തവ ലോകത്തെ മഥിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതാരും അറിയുന്നില്ല, ഇത് പുറമെ നോക്കിയാൽ കാണുകയില്ല. നാം വിചാരിക്കും, മറ്റുള്ളവർ കരുതും നാം ദൈവപക്ഷത്താണെന്ന്. പക്ഷേ ദൈവം നോക്കുമ്പോൾ നാം ശത്രുപക്ഷത്താണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഭൗതികമായി പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുമായിരിക്കാം. ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ലഭിക്കാത്തതിൻ്റെ കാരണം ലോക സ്നേഹമാണെന്നുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. അഹങ്കാരമാണ് കാരണം, നിഗളമാണ് കാരണം. എന്നാൽ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് യാക്കോബ് പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ എന്നുള്ള ശബ്ദം മനുഷ്യനോട് പറയുകയാണ്. ഈ ഭൂമിയിൽ 2 ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഒന്ന്, ദൈവത്തിന് കീഴടങ്ങുവിൻ. മറ്റൊന്ന്, പിശാചിന് കീഴടങ്ങുവിൻ. നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഉപവാസത്തോടുകൂടെ ഭൂമിയിലായിരുന്നപ്പോൾ, പിതാവിനോടുകൂടെ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ, മരുഭൂമിയിലായിരുന്നപ്പോൾ ഒരു ദിവസം അവന് വിശന്നു. അപ്പോൾ പിശാച് അടുക്ക വരികയാണ്. പിശാച് അടുക്ക വന്നിട്ട് ഭൂമിയിലെ സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും ക്ഷണനേരത്തിൽ കർത്താവിനെ കാണിച്ചു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇതൊക്കെ എൻ്റെയാണ്, എനിക്ക് മനസ്സുള്ളവന് കൊടുക്കുന്നു. ഈ സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും അധികാരവും എല്ലാം എനിക്ക് മനസ്സുള്ളവന് കൊടുക്കുന്നു. എന്നിട്ടൊരു വാക്യമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ലൂക്കോസ് 4:7 കർത്താവിനോട് പറയുകയാണ്, ഇതൊക്കെ എൻ്റെയാണ്. ഈ ഭൂമിയിൽ നീ കാണുന്ന 5 വൻകരകളെന്ന് നമ്മൾ പറയുന്ന സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും എല്ലാം എൻ്റെയാണ്. എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് കൊടുക്കുന്നു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെ ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും. പിശാച് ആരോടാണ് പറയുന്നത്? സർവശക്തനായ ദൈവത്തോട്, ദൈവപുത്രനോട്, യേശു ക്രിസ്തുവിനോട്, പിശാചിൻ്റെ മേൽ അധികാരമുള്ള മഹോന്നതനായ രാജാവായ യേശു ക്രിസ്തുവിനോട് പിശാച് പറയുകയാണ്, നീ എന്നെ നമസ്കരിച്ചാൽ, നീ എനിക്ക് കീഴടങ്ങിയാൽ ഇതെല്ലാം നിന്റേതാകുമെന്ന്. യേശു ക്രിസ്തുവിനോട് അത് പറഞ്ഞെങ്കിൽ നമ്മളോടും അത് പറയുകയില്ലയോ?
തീർച്ചയായിട്ടും ദൈവമക്കളെ നാം ഉണരണം. ഇത് പിശാച് നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. ലോകസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും എല്ലാം നമ്മെ കാണിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ്, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും, നീ എനിക്ക് കീഴടങ്ങണം എന്നാണ് പിശാച് മനുഷ്യനോട് പറയുന്നത്. നാം ആർക്കാണ് കീഴടങ്ങിയിട്ടുള്ളത്? വളരെ വ്യക്തമായൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം അന്വേഷിച്ച് നാം ദൂരെയെങ്ങും പോകേണ്ട കാര്യമില്ല. ചോദ്യം ഇതാണ്: നാം ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടോ, അതോ നാം പിശാചിന് കീഴടങ്ങുന്നവരാണോ? ദൈവത്തിന് കീഴടങ്ങുവാൻ എന്ത് ചെയ്യണം? നാം വായിച്ച വാക്യത്തിലുണ്ട്, ദൈവത്തിന് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഒന്നാമതായി നാം ചെയ്യേണ്ടത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വേദപുസ്തകം പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് വായിച്ചു കേൾക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. മതി. നമുക്ക് പോരാട്ടമുള്ളത് ഈ ഭൂമിയിലെ കൂട്ടായ്മക്കാരോടല്ല, നമ്മുടെ വീട്ടിലുള്ള അപ്പനോടോ അമ്മയോടോ നമ്മുടെ സഹോദരങ്ങളോടോ ചാർച്ചക്കാരോടോ ആരോടുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് മറ്റു മതങ്ങളിലുള്ളവരോടല്ല, ഈ ഭൂമിയിലെ ആരോടുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. അടുത്ത വാക്യം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. നിങ്ങളുടെ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. രക്ഷ എന്ന ഹെൽമറ്റ്, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇങ്ങനെ നാം ചെയ്താൽ പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകും. യോഹന്നാൻ സാർ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, യു ഡെവിൾ ഗോ ഔട്ട് എന്ന് പറഞ്ഞാലൊന്നും പിശാച് പോകുകയില്ല. പിശാചിന് ഇംഗ്ലീഷ് മനസ്സിലാവാത്തതുകൊണ്ടുമല്ല. പിശാച് പോകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നാം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുക്കണം, അത് ധരിക്കണം. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് കീഴടങ്ങുവാൻ ഒന്നാമതായി നമുക്ക് വേണ്ടത് പിശാചിനോട് എതിർത്ത് നിൽക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിലുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. പിശാചിനെ കർത്താവ് ജയിച്ചത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. പിശാച് കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ 3 സമയത്തും ദൈവത്തിൻ്റെ വചനത്താൽ പിശാചിനെ കർത്താവ് എതിർത്ത് തോൽപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് പിശാചിനെ ജയിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അനുഭവങ്ങൾ നല്ല കാര്യമാണ്, എന്നാൽ ഈ അനുഭവങ്ങളൊന്നും നമ്മളെ അക്കരെ എത്തിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ വചനം മാത്രമാണ് പിശാച് ഓടിപ്പോകുവാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. രണ്ടാമതായി നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. ദൈവത്തിന് കീഴടങ്ങുവിൻ. ഒന്നാമതായി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങൾ വിട്ട് ഓടിപ്പോകും. രണ്ടാമതായി ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. ഹോശേയ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിലും, ദൈവത്തോട് അടുത്ത് വരിക എന്ന് മലയാളത്തിൽ പറയുന്നെങ്കിലും ഇംഗ്ലീഷ് പുസ്തകത്തിൽ അത് കം ലെറ്റസ് റിട്ടേൺ ടു ദ ലോർഡ് എന്നാണ്. അതാണ് ശരിയായിട്ട്. ദൈവത്തോട് അടുത്ത് വരിക എന്ന് പറയുന്നത് മടങ്ങി ദൈവത്തിങ്കിലേക്ക് വരിക എന്നുള്ളതാണ്. ദൈവത്തിങ്കിൽ നിന്ന് വന്ന മനുഷ്യൻ തെറ്റിപ്പോയത് കൊണ്ട് അവൻ മടങ്ങി വരികയാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. യോവേൽ പ്രവചനം 2:12, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും കൂടെ വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ തിരിയുന്നത് ഉപവാസത്തോടു കൂടിയാണ്, പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ്,
പൂർണ്ണ മനസ്സോടുകൂടിയാണ്, കരച്ചിലോടുകൂടിയാണ്, വിലാപത്തോടുകൂടിയാണ്. അങ്ങനെ നാം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നമ്മുടെ ജീവിതത്തിൽ അനേകം അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. നാം മരിച്ചു പോകേണ്ട അനേക സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ആത്മീയമായി ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം നാം നഷ്ടപ്പെട്ടു പോകേണ്ട ആത്മീയ അപകടങ്ങൾ മുമ്പിലുണ്ടായിരിക്കാം. എന്നാൽ നാം ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ കണ്ണുനീരോടെ, വിലാപത്തോടെ, കരച്ചിലോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയാൻ നാം മനസ്സ് വെച്ചാൽ നമ്മുടെ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിക്കും. അഥവാ അത് വരാതെ ദൈവം നമ്മെ കാക്കും. കാരണം അവൻ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്. ഇതാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ. കരുണ കടലേ, കടലിനെ ഞാൻ നോക്കുമെന്നാണ് പിതാക്കന്മാർ പാടുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ ശരിയാണ്, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് ലഭിക്കണം. എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത് കരുണയാണ്, ക്ഷമയാണ്, പാപക്ഷമയാണ്, മനസ്സലിവാണ്. അത് ദൈവം നമുക്ക് തരും. ദൈവത്തോടടുത്ത് വന്നാൽ അവൻ നമ്മോടും അടുത്ത് വരും. മുടിയൻ പുത്രൻ അവൻ പന്നിക്കുഴിയിൽ കിടക്കുകയാണ്. അവൻ അകന്നു പോയവനാണ്. അപ്പൻ്റെ അടുക്കൽ നിന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോയവനാണ്. പന്നിക്കുഴിയിൽ അവൻ കിടക്കുകയാണ്. പന്നി തിന്നുന്ന വാള വരെ കൊണ്ട് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. അവന് മുട്ടുവന്ന് തുടങ്ങി. അവൻ കരയാൻ തുടങ്ങിക്കാണും, വിഷമിക്കാൻ തുടങ്ങിക്കാണും. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തു. അവൻ കിടക്കുന്ന പന്നിക്കുഴി. പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ പന്നിക്കുഴിയിലേക്ക് നമുക്ക് ഒരു ബിരിയാണി കൊണ്ടുപോയി കൊടുക്കാം. എല്ലാ വർഷവും നമുക്ക് ആ പന്നിക്കുഴിയിലേക്ക് അവന് ഒരു ബിരിയാണി കൊടുത്ത് ഫോട്ടോ എടുക്കാം. നല്ല കാര്യമല്ലേ? വാളവര പോലും കിട്ടാത്ത മനുഷ്യന് ഒരു ബിരിയാണി കൊണ്ടുപോയി കൊടുത്താൽ നല്ല കാര്യമല്ലേ? പക്ഷേ അതല്ല സുവിശേഷം. പന്നിക്കുഴിയിലേക്ക് ബിരിയാണി കൊണ്ടുപോയി ഫോട്ടോ എടുക്കുന്നതല്ല സുവിശേഷം. പിന്നെയോ അവൻ ആ പന്നിക്കുഴിയിൽ നിന്ന് കരകയറണം. അവൻ്റെ കണ്ണീർ കുഴിയിൽ നിന്ന് അവൻ കരകയറണം. അവൻ അപ്പനെ ഓർത്ത് അപ്പൻ്റെ വീട്ടിലേക്ക് നടക്കണം. ഇതാ ആ മുടിയൻ പുത്രൻ അവൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കണ്ണുനീരോടുകൂടെ അപ്പൻ്റെ സ്നേഹത്തെ ഓർത്ത് അവൻ മടങ്ങി വരികയാണ്. അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവൻ പറയുന്നത്, ഞാൻ ചെന്ന്, അപ്പാ, ഞാൻ അപ്പനോടും സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കണക്കാക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരികയാണ്. അപ്പോൾ തന്നെ അവൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു സ്വർഗത്തിലെ അപ്പനുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? ആരാണ് ഓടിയതെന്നറിയാമോ? മകനാണോ അപ്പനാണോ? മകനല്ല. മകൻ ഓടിയതായി വായിക്കുന്നില്ല. മകൻ എഴുന്നേറ്റ് നടന്നു വരുമ്പോൾ ഓടി വരുന്നത് സ്നേഹമുള്ള ഒരപ്പനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം എത്രയോ സ്റ്റെപ്പ് വെക്കും. നാം ഒന്ന് നടന്നാൽ ദൈവം ഓടി വരികയാണ്, അവനെ ചുംബിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പാപം ചെയ്തു, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, ഞാൻ എൻ്റെ അപ്പനോട് പാപം ചെയ്തു, ഞാൻ എൻ്റെ അമ്മയോട് പാപം ചെയ്തു, എൻ്റെ കുടുംബത്തിലുള്ളവരോട് പാപം ചെയ്തു എന്ന് നാം പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ അവനെ ഓടി വന്ന് ചുംബിച്ചു. സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തു നിങ്ങളെ ചുംബിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാനൊരു പാപിയാണ്, ഒരു മഹാപാപിയായ ഞാൻ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഓടി വന്ന് നിങ്ങളെ ആലിംഗനം ചെയ്യുന്ന ഒരു അപ്പനുണ്ട്. എന്നാൽ മൂത്തവൻ, അപ്പൻ്റെ അടുക്കൽ ഈ മകൻ വന്നു, മൂത്തവൻ പുറത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അടുക്കുന്ന ആ ഇളയ മകൻ, സ്വന്തം അപ്പനോട് അടുക്കുന്ന ആ ഇളയ മകൻ, അവന് പക്ഷേ വീട്ടിൽ ഒരു ഹാർമണിയും കിട്ടിയില്ല. അവൻ വന്നപ്പോഴത്തേക്കും മൂത്ത മകൻ പുറത്ത് നിൽക്കുകയാണ്. മൂത്ത മകൻ പിണങ്ങിയെന്നാണ് വായിക്കുന്നത്. അകത്ത് കടക്കാതെ പുറത്ത് നിന്നുവെന്നാണ് പറയുന്നത്. അകത്ത് കൂട്ടായ്മ നടക്കുകയാണ്, അകത്ത് പ്രാർത്ഥനായോഗം നടക്കുകയാണ്. ഇളയ മകൻ പാടുകയാണ്, ഞാൻ മുടിയൻ പുത്രനായിരുന്നു, ഞാൻ തിരിച്ചു വന്നു. ആ സുവിശേഷ കഥയിലെ ധൂർത്തുപുത്രൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് സോളോ സോങ് പാടിക്കൊണ്ട് ഇളയമകൻ നിൽക്കുമ്പോൾ, അകത്ത് കൂട്ടായ്മയുടെ അന്തരീക്ഷം നടക്കുമ്പോൾ, മൂത്ത മകൻ കൂട്ടായ്മയ്ക്കകത്ത് കടക്കാതെ, ഹോളിൽ കടക്കാതെ, ചങ്ങാതിമാരെയും കൂട്ടി പുറത്തു നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കി, എന്ത് ഗൗരവമുള്ള കാര്യമാണ്. അവൻ പുറത്ത് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോടടുത്ത് വരുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നില്ല, അവർക്ക് നമ്മളെ മനസ്സിലാകണമെന്നില്ല. എന്നാൽ അവന് ഒരു പാട്ടുണ്ടായിരുന്നു, അത് യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. മൂത്തപുത്രൻ്റെ കൂട്ട് ചങ്ങാതികളോട് കൂടെയായിരുന്നു. അവൻ പറയുന്നുണ്ട്, ചങ്ങാതികളോടുകൂടെ ആനന്ദിക്കാൻ എനിക്കൊരു കാളക്കുട്ടിയെ തന്നില്ല. മൂത്ത മകൻ പറയുകയാണ്, അവൻ്റെ കൂട്ട് ചങ്ങാതികളോട് കൂടെയായിരുന്നു.
അവൻ്റെ കൂട്ടായ്മ ലോകത്തിലെ മനുഷ്യരോട് കൂടിയായിരുന്നു. എന്നാൽ ഇളയ പുത്രൻ്റെ കൂട്ടായ്മ ദൈവത്തോടു കൂടിയായിരുന്നു, യേശുവിനോട് കൂടെയായിരുന്നു. അപ്പൻ്റെ കൂടെയുള്ള ചേർന്നിരിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അതായിരുന്നു അവൻ്റെ സ്വപ്നം. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ദൈവത്തിന്റെ സ്തോത്രം. യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ. ചങ്ങാതികളോട് ചേർന്നിരിക്കുന്നതല്ല, കൂട്ടായ്മക്കാരോട് ചേർന്നിരിക്കുന്നത് സന്തോഷം തന്നെയാണ്. എന്നാൽ കൂട്ടായ്മയ്ക്കകത്ത് വരുമ്പോൾ എൻ്റെ പാട്ട്, നിങ്ങളുടെ പാട്ട് യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദം, അപ്പനോട് ചേർന്നിരിക്കുന്നത് എത്ര ആനന്ദം എന്നുള്ളതായിരിക്കണം. സങ്കടത്തോടെ ആരംഭിച്ച് സ്തോത്രത്തോടും സന്തോഷത്തോടും കൂടി അവസാനിക്കുന്ന 73-ാം സങ്കീർത്തനത്തിൽ ആസഫ് പറയുകയാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. തൊട്ടു മുമ്പ് ആസഫ് പറയുന്നുണ്ട്, ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. ദൈവമക്കളെ, ആ നാശം നമുക്കാർക്കും വരരുത്. ദൈവത്തോട് അടുക്കുവാൻ നാം തീരുമാനിക്കണം. ഏത് വിധേനയും, രോഗമാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, കടബാധ്യതയാകട്ടെ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനുഭവമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതായിരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു, ഹാനോക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഹാനോക്ക് ദൈവത്തോട് അടുത്ത് വന്നപ്പോൾ അവൻ ദൈവത്തോട് കൂടെ നടന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് ദൈവത്തിനു വേണ്ടി സംസാരിച്ചുവെന്ന് യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിനു വേണ്ടി സംസാരിച്ച ഹാനോക്ക് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്തുവെന്ന് എബ്രായ ലേഖനം നമ്മോട് പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന, ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തിന് വേണ്ടി സംസാരിച്ച, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക് ഒടുവിൽ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ക്രിസ്തീയ സഭയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് രണ്ടാമത് വരുമ്പോൾ എടുക്കപ്പെടുവാൻ ഒരു കാര്യം മാത്രം മതി: ദൈവത്തോട് അടുത്ത് വരിക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ ആലോചനകൾ സംസാരിക്കുക, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുക. അങ്ങനെ നാം ജീവിച്ചാൽ യേശു രണ്ടാമത് വരുമ്പോൾ എടുക്കപ്പെടും. നമ്മെ എടുക്കുന്നത് ഹാനോക്കിനെ എടുത്ത സ്വർഗത്തിലെ ദൈവമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം. പഴയ നിയമകാലത്ത് സീനായ് മരുഭൂമിയിൽ ജലം പാളയമിറങ്ങുകയാണ്. യഹോവയായ ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ മക്കൾ സീനായ് മരുഭൂമിയിൽ സീനായ് പർവ്വതത്തിൻ്റെ എതിർവശത്ത് പാളയമിറങ്ങുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തോട് അടുത്തു വരിക എന്നുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പർവ്വതം, സീനായി പർവ്വതം, അവിടെ ജനത്തോട് മോശ പറയുകയാണ്, ആരും പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് വരരുത്, പർവ്വതത്തെ ആരും തൊടരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ സീനായി പർവ്വതത്തെ ആരും തൊടരുത്. അതിൻ്റെ അതിര് ചുറ്റും അതിരുകെട്ടി തിരിക്കണം. സീനായി പർവ്വതത്തിൽ ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അതിരിൽ തൊടാതെയും സൂക്ഷിക്കണം. ആരെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പർവ്വതത്തിൽ തൊട്ടാൽ അവൻ മരണ ശിക്ഷ അനുഭവിക്കണം. അവനെ അമ്പെയ്ത് കൊല്ലണം, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം. ആ പാപം ചെയ്ത ആ മനുഷ്യനെ തൊടുക പോലും ആരും ചെയ്യരുത്. അങ്ങനെയാണ് പുസ്തകത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായത്തിലേക്ക്, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നാം കേട്ടത് സീനായി പർവ്വതത്തിലെ കാര്യമാണ്. അവിടെ ആരും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പർവ്വതം തൊടുക പോലും ചെയ്യരുത്. ഒരു മൃഗം പോലും ആ പർവ്വതത്തെ തൊടരുത് എന്നാണ് പറഞ്ഞത്. മൃഗം പോലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ അമ്പെയ്ത് കൊല്ലണം എന്നാണ് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 12-18 മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങൾ പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ
സ്വർഗീയ യെരൂശലേമിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരെ സർവ്വസംഘത്തിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരെ സഭയ്ക്കും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആമേൻ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഉണ്ണിയാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഉണ്ണിയാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിന്റെ അടുക്കലേക്കാണ് നാം വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് നാം വന്നിരിക്കുന്നത്. യേശുവിന്റെ തിരുരക്തത്തിന്റെ അടുക്കലേക്കാണ്. ദൈവത്തിന്റെ മഹത്വം. പുതിയ നിയമത്തിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് വചനം പറയുന്നത് യേശുവിനോട് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. തൊടേണ്ടതിന് യേശുവിനോട് അടുത്ത് വരിക, യേശുവിനോട് അടുത്ത് വരിക, യേശുവിന്റെ രക്തത്തോട് അടുത്ത് വരിക. അതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. രക്തമെന്ന് പറഞ്ഞാൽ ക്രൂശിനോട് അടുത്ത് വരിക എന്നുള്ളതാണ് അർത്ഥം. രക്തമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടടുത്ത് വരിക എന്നുള്ളതാണ് അർത്ഥം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ലഭിക്കേണ്ടത് പാപത്തിന്റെ ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പടയാളികൾ അവനെ കയ്യേറ്റു. പടയാളികൾ ഭാരമേറിയ മരക്കുരിശ്, കാട്ടുമരം കൊണ്ടായ ആ കുരിശ് അവൻ്റെ തോളിലേക്ക് അവനെ ഏൽപ്പിച്ചിട്ട് ഗോൽഗോത്ത വരെ നടക്കുവാൻ അവനോട് ചുമതലപ്പെടുത്തി. എന്നാൽ വേച്ചും വിറച്ചും കർത്താവ് നടക്കുകയാണ്. കർത്താവ് വീഴാൻ പോവുകയാണ്. അപ്പോഴാണ് കുറേനക്കാരനായ ശീമോനെ കുരിശു ചുമക്കുവാൻ നിർബന്ധിച്ചത്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഈ ക്രൂശീകരണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. രണ്ട് കൈകളും വിരിച്ച് ആ രണ്ട് കൈകളിലും ആണി കൊണ്ട് തറയ്ക്കുകയാണ്. അതിനുശേഷം കാലുകൾ ചേർത്ത് വെച്ച് അവിടെ ആണി തറയ്ക്കുകയാണ്. ഈ 3 ആണികളിൽ മേൽ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും തൂങ്ങിക്കിടക്കുകയാണ്. രണ്ട് കൈകളിലും ശരീരത്തിൻ്റെ ഭാരം മുഴുവനും തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് ശ്വാസം ലഭിക്കുവാൻ ഒരു സാധ്യതയുമില്ല. ക്രൂശീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്വാസം കിട്ടാതെ വലയും. ആ സമയത്ത് കാലിന്മേൽ ഒന്ന് ആഞ്ഞു നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ ആഞ്ഞു നിൽക്കുമ്പോൾ ഒരല്പം ശ്വാസം ആ ക്രൂശീകരിക്കപ്പെടുന്ന മനുഷ്യന് ലഭിക്കും. എന്നാൽ കാലിൽ ഈ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും താങ്ങുന്നത് കൊണ്ട്, ഈ മുറിവ് മുഴുവനും ശരീരത്തിൻ്റെ ഭാരവും ആ കുരിശിൻ്റെ ഭാരവും ഈ ശരീരത്തിലെ കാലിലെ ആ മുറിവ് മുഴുവൻ താങ്ങുന്നത് കൊണ്ട് ഒരു നിമിഷം പോലും ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ വീണ്ടും ആ കാലുകൾ മടക്കും. അങ്ങനെ വീണ്ടും ശ്വാസം കിട്ടാതെ വരുമ്പോൾ കാലുകളൊന്ന് നിവർത്താൻ നോക്കും. അങ്ങനെ വേച്ചും ആ കാലുകൾ ചുരുട്ടിയും കാലുകൾ നിവർത്തിയും അല്പം ശ്വാസമെടുത്ത് 4-5 ദിവസമാണ് ഈ ക്രൂശിൽ കിടന്ന് മരിക്കുന്ന വ്യക്തി അത് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്വാസം കിട്ടാതെ രോഗത്തിൽ ഏതെങ്കിലും നിങ്ങൾ വലയുന്നവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ രോഗവും, നമ്മുടെ ആസ്മയാകട്ടെ, വലിവാകട്ടെ, എല്ലാ പ്രയാസവും അവൻ കുരിശിൽ സഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരല്പനേരം ശ്വാസം കിട്ടാതെ വിഷമിച്ചാൽ നമുക്ക് എന്തു പ്രയാസമാണ്. അവൻ്റെ അമ്മ അടുത്തുണ്ട്, അനേക പ്രിയപ്പെട്ടവരടുത്തുണ്ട്. അവർ നോക്കി നിൽക്കുമ്പോൾ ശ്വാസം കിട്ടാതെ കർത്താവ് വലഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ജീവൻ തരുവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയൊരു കർത്താവ്, എന്നാൽ അവൻ ശ്വാസം കിട്ടാതെ വിഷമിച്ചത് എനിക്ക് ജീവൻ തരുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അവൻ്റെ മുഖത്ത് തുപ്പി ചാട്ടുമാറുകൊണ്ട് അവൻ്റെ മുതുകത്ത് ഒരു ഉഴവുചാൽ പോലെ കീറിയ അനുഭവം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഈ കുരിശ് ഉറപ്പിച്ചു നിർത്തുവാൻ ഒരു വലിയ കുഴിയിലേക്ക് വീഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ല. വലിയ കുഴിയിലേക്ക് തൻ്റെ ശരീരം മുഴുവൻ ഈ 3 ആണികളിൽ തറച്ച ശരീരം മുഴുവനും ആ വലിയ കുഴിയിലേക്ക് ആഴ്ത്തിയിടുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ ശരീരത്തിലെ അസ്ഥികൾ മുഴുവനും ബന്ധം വിട്ടിരുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. ബുഭുക്ഷയോടെ അലർന്ന സിംഹം പോലെ അവരെന്നെ വളഞ്ഞു. അവൻ അത്യുച്ചത്തിൽ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇതെല്ലാം സഹിച്ചു. മാത്രമല്ല, ഈ ക്രൂശിൻ്റെ അടുക്കിലേക്ക് ആരും വന്നില്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് പറയുന്നത് ക്രൂശിൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളതാണ്. എന്നാൽ ആരും വന്നില്ല. അപ്രകാരം അപമാനിക്കപ്പെട്ടവനായി, പരിഹസിക്കപ്പെട്ടവനായി നമ്മുടെ കർത്താവ് നിൽക്കുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവന് നടക്കാൻ സാധ്യമല്ല. ഈ പറഞ്ഞ കഷ്ടാനുഭവങ്ങളെല്ലാം സഹിച്ച ഒരു കള്ളൻ അവൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണം. യേശുവേ എന്നൊരു വിളി നമ്മുടെ ജീവിതത്തിൽ അവനത് പറയുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ചെയ്ത പാപത്തിന് തക്കവണ്ണമാണ്
ഞാനീ അനുഭവിക്കുന്നത്. എന്നാൽ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഈ കള്ളനറിയാം ആ ക്രൂശ് മരണത്തിൻ്റെ വേദന. അതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ ആ കള്ളനറിയാം. അതുകൊണ്ട് അവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തോടടുക്കുന്നത്. ഈ വാക്ക് ഈ ഭൂമിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറയൂ, യേശുവിനോട് പറയൂ. അവൻ സന്തോഷിക്കട്ടെ. യേശുവേ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. അങ്ങനെ നാം പറയുന്നത് ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഞാൻ പറയുന്നത് യേശുവിൻ്റെ രക്തം, പുണ്യാഹ രക്തം, എൻ്റെ പാപങ്ങൾ ശുദ്ധീകരിക്കുവാൻ, കഴുകുവാൻ, എനിക്ക് ജയം തരുവാൻ, എന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ ഇവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. അവൻ യേശുവിനോട് അടുക്ക് വന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. യേശുവിനോട് ആരടുക്ക വരുന്നോ അവനോട് യേശു സംസാരിക്കും. അപ്പോൾ തന്നെ സംസാരിക്കും, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ആര് യേശുവിനോട് ഹൃദയപ്രകാരം അടുത്തു വരുന്നു, ആര് യേശുവിനോട് തീരുമാനം പറയുന്നു. യേശു എന്ന് പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഉയർത്തെഴുന്നേറ്റു നമ്മൾ പറയും, മഹത്വമുള്ള കർത്താവെന്ന് നമ്മൾ പറയും. എന്നാൽ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അവനെ ക്രൂശിച്ചു. മനുഷ്യൻ യേശുവിനെ ക്രൂശിച്ചു, ഉയർപ്പിച്ചത് ദൈവമാണ്. നിങ്ങൾ അവനെ ക്രൂശിച്ചു, ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികൾ. സാക്ഷികളായി തീരണമെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഏറ്റുപറയണം. ഉയർത്തെഴുന്നേൽപ്പിച്ചത് നമ്മളാരുമല്ല, അത് ദൈവം എഴുന്നേൽപ്പിച്ചതാ. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് കർത്താവ് പോകുന്നതിന് മുമ്പേ കാണുന്ന കർത്താവിനെയാണ് നമ്മൾ കാണേണ്ടത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ ചിത്രമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരച്ചു കിട്ടേണ്ടത്. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? ആർക്കും വേണ്ടാത്ത ക്രിസ്തു പോയ സമയത്ത് ആർക്കും വേണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്ത, നിന്ദിക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ആര് ഹൃദയത്തിലേക്ക് സ്വീകരിക്കും? യേശുവിനോട് ആര് പറയും, യേശുവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നുവെന്ന്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ സ്വർഗം മുഴുവനും സ്വീകരിക്കുകയാണ്. അവന് മാനസാന്തരം ലഭിക്കുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ അവന് പേരെഴുതുകയാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിലേക്ക് അവൻ ചേർക്കപ്പെടുകയാണ്. അതിന് സഭ മാറേണ്ട കാര്യമില്ല, കക്ഷി മാറേണ്ട കാര്യമില്ല, ജോലി മാറേണ്ട കാര്യമില്ല, കുടുംബം മാറേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തലകൾ മണക്കാം. ആരെങ്കിലും ഹൃദയത്തിൽ യേശുവിനോട് പറയാം, ദൈവത്തോട് അടുത്ത് വരികിൻ, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് വരുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. ആ കള്ളൻ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ആരെങ്കിലും ഒരു സെക്കൻഡ് ശാന്തമായി നിങ്ങൾക്ക് തീരുമാനം പറയാം, ദൈവത്തോട് പറയാം. ആരും കേൾക്കണ്ട, ഈ സമയം നഷ്ടപ്പെടുത്താതെ ദൈവത്തോട് പറയൂ, യേശുവിനെ സ്നേഹിക്കൂ. അവൻ കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ ശ്വാസം മുട്ടിയത്, ശ്വാസം കിട്ടാതെ വലഞ്ഞത്, അവൻ കരഞ്ഞത്, അവൻ നിലവിളിച്ചത്, അവൻ അത്യുച്ചത്തിൽ പ്രാണനെ വിട്ടത് എൻ്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.